എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 1201 ആണ്ട് തുലാമാസം 8-ാം തീയതി 25/10/2025. ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാവർക്കും നല്ല ദിവസം, നല്ല അനുഭവങ്ങളൊക്കെയാണ് എന്ന് വിശ്വസിക്കുന്നു. ഇന്നും വളരെ നല്ല അനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദിവസം പരിശോധിക്കാം. ആദ്യമായി നമുക്ക് മേടക്കൂറിലെ നക്ഷത്രങ്ങളും അവരുടെ ഫലങ്ങളും മേടക്കൂറുകാരുടെ ഫലങ്ങളുമൊക്കെ പരിശോധിക്കാം. മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അശ്വതി, ഭരണി, കാർത്തികക്കാൽ. ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ദിവസമായി കാണുന്നു. തൊഴിൽപരമായ ചില തർക്കങ്ങളോ അല്ലെങ്കിൽ കുറച്ച് മാനസിക സംഘർഷങ്ങളോ ഒക്കെ അനുഭവിക്കുന്നത് ഒഴിച്ചാൽ ഇന്ന് വളരെ പ്രതീക്ഷകളുണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും. എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും ഇന്ന് വളരെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും. എന്നാൽ ചില ചെറിയ അപകടങ്ങൾക്ക് അല്ലെങ്കിൽ വാഹനത്തിന് റിപ്പയറിന് അല്ലെങ്കിൽ ഗൃഹോപകരണങ്ങൾക്ക് ചില തകരാറുകളൊക്കെ സംഭവിച്ച് ധനനഷ്ടം വരാനും സാധ്യത കാണുന്നുണ്ട്. സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമാണ്. ചെറുതായും വലുതായും ചെയ്യുന്ന ബിസിനസ്സുകാർക്കും വളരെ നല്ല അനുഭവങ്ങളാണ് ഇന്നുണ്ടാകുന്നത്. വൈകുന്നേരത്തോടുകൂടി വളരെയധികം ലാഭം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമായിരിക്കും. കടവായ്പകൾ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, വലിയ പ്രോജക്റ്റുകളൊക്കെ ചെയ്യുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ പ്രതീക്ഷ നിറഞ്ഞതുമായ മറുപടി ലഭിക്കുന്നതാണ്. ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾക്ക് അനുകൂലമായ ഒരു മറുപടി ഇന്ന് ലഭിക്കുന്നതാണ്. വിവാഹാദി കാര്യങ്ങൾക്ക് ശ്രമിക്കുന്നവർക്കും അനുകൂലമായ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനായിട്ട് സാധിക്കും. കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടി, വിദേശ പഠനത്തിന് വേണ്ടി ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ചെറിയ നിരാശ അനുഭവപ്പെടുന്നതാണ്. എന്നാൽ മെഡിക്കൽ അഡ്മിഷൻ അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷനൊക്കെ വേണ്ടി ശ്രമിക്കുന്നവർക്ക് വളരെ അനുകൂലമായ മറുപടി ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും. സന്തോഷം നിറഞ്ഞൊരു ദിവസമായിരിക്കും. അടുത്തതായി നമുക്ക് ഇടവക്കൂറുകാരുടെ ഇന്നത്തെ ഫലം പരിശോധിക്കാം. ഇടവക്കൂറുകാർക്ക് ഇന്ന് ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമായിരിക്കും. എന്നാൽ ഗുണാധിക്യമാണ് കാണുന്നത്. പല കാര്യങ്ങളും വിചാരിച്ച രീതിയിൽ മുൻപോട്ട് പോകുവാനായിട്ട് സാധ്യതയുണ്ട്. എന്നാൽ ചില ഒടിവ്, ചതവ്, മുറിവ് ഒക്കെ സംഭവിക്കാനിടയുള്ളതും അതേപോലെ ധനനഷ്ടത്തിനുമൊക്കെ സാധ്യത കാണുന്നുണ്ട്. ചെറിയ രീതിയിലാണ് എങ്കിൽ പോലും നമുക്ക് ചില മനപ്രയാസങ്ങൾ ധനനഷ്ടത്തെക്കുറിച്ച് ഉണ്ടാകുന്നതാണ്. അതൊഴിച്ചാൽ മറ്റെല്ലാ കാര്യത്തിലും വളരെ അനുകൂലമായ ദിവസമായിരിക്കും. ചെറുകിട വ്യവസായികൾക്ക് അല്ലെങ്കിൽ സാധാരണ കായികമായി ജോലി ചെയ്യുന്നവർക്കൊക്കെ ഇന്ന് അനുകൂലമായ ഒരു ദിവസമായിരിക്കും. അതേപോലെ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക്, ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഒക്കെ ഇന്ന് അനുകൂലമായൊരു ദിവസമായിരിക്കും. ഗുണദോഷ സമ്മിശ്രമായ ചില ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധയോടുകൂടിയും ആത്മസമർപ്പണത്തോടുകൂടിയും മുമ്പോട്ട് പോയാൽ ഒരുപാട് കാര്യങ്ങൾ സാധിക്കാവുന്നതാണ്. വിവാഹാദി കാര്യങ്ങൾക്ക് അന്വേഷിക്കുന്നവർക്ക് കണ്ടെത്താനായിട്ടുള്ള ഒരു സാധ്യത തെളിഞ്ഞു വരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. ശാരീരിക പീഡയും അമിതമായ ചിലവും കഴിഞ്ഞ ദിവസങ്ങളുണ്ടായതോർത്ത് കുറച്ച് ക്ലേശങ്ങളൊക്കെ ഉണ്ടായേക്കാം. പാസ്റ്റ് ഈസ് പാസ്റ്റ് എന്ന സിദ്ധാന്തം സ്വീകരിക്കുക. കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി വരാനിരിക്കുന്ന നല്ല ദിവസത്തെക്കുറിച്ച് ആലോചിക്കുക. പ്രാർത്ഥനയോടുകൂടി മുമ്പോട്ട് പോവുക. അവരവർ വിശ്വസിക്കുന്ന രീതിയിൽ പ്രാർത്ഥിക്കുക. പൊതുവെ നല്ല അനുഭവങ്ങളാണ് കാണുന്നത്. അടുത്തതായി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകയിരത്തര, തിരുവാതിര, പുണർദം, മുക്കാല്. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്ന് ഗുണദോഷ സമ്മിശ്രമായൊരു ദിവസമായിരിക്കുമെങ്കിലും ദോഷാധിക്യമാണ് കൂടുതലായി കാണുന്നത്. ശാരീരിക ക്ലേശങ്ങൾ വർദ്ധിക്കുവാനും അനാവശ്യമായ കോപം മൂലം ശത്രുക്കളെ സൃഷ്ടിക്കുവാനുമൊക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കും. അതേപോലെ ഓഫീസ് വൃന്ദങ്ങളിലോ അല്ലെങ്കിൽ തൊഴിൽ രംഗത്തോ ഒക്കെ വളരെയധികം ഒച്ചപ്പാടുകൾ ഉണ്ടാക്കാനും ചെറിയ കാര്യങ്ങൾക്ക് വളരെ വലിയ പ്രതികരണങ്ങൾ ഉണ്ടാക്കാനുമൊക്കെ സാധ്യതയുള്ളൊരു ദിവസമായതുകൊണ്ട് വാക്കുകൾ വളരെ സൂക്ഷിക്കുക. ഓരോ ഇടപാടും വളരെ സൂക്ഷിച്ച് നടത്തേണ്ടതാണ്. ഇന്ന് മനസ്സ് കലങ്ങിയിരിക്കുന്നത് കൊണ്ട് നമ്മൾ വായിക്കാതെയും ശ്രദ്ധിക്കാതെയും വല്ല ഫയലിലൊക്കെ ഒപ്പിട്ടിട്ട് അവസാനം നമുക്ക് ഭാവിയിൽ വലിയ പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും. കുട്ടികൾക്ക് ദൂഷിത വലയങ്ങളിൽ പെടാൻ സാധ്യത കാണുന്നു. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മുൻപോട്ട് പോവുക. വിദ്യാർത്ഥികൾക്കും അതേപോലെ വിദ്യാഭ്യാസ രംഗത്തുള്ളവർക്കും
ഒക്കെ ഇന്ന് അത്ര ഗുണകരമായ ദിവസമായിരിക്കുകയില്ല. അതേപോലെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, പൊതുപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കൊക്കെ ഇന്ന് ഗുണദോഷ സമ്മിശ്രമായ ദിവസമായിരിക്കും. ചില കാര്യങ്ങൾ നടക്കുമെങ്കിലും ചില കാര്യങ്ങൾ വളരെ വിപരീതമായി സംഭവിക്കുന്നതായിട്ട് മനസ്സിലാക്കിയിട്ട് വളരെയധികം വിഷമം ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. അടുത്തതായി നമുക്ക് കർക്കിടകക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പുണർദം, കാല്, പൂയം, ആയില്യം. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ധാരാളം ഗുണാനുഭവങ്ങൾ ഉണ്ടാകുമെങ്കിലും ഉച്ചയ്ക്ക് ശേഷം ചില ഭാഗ്യദോഷങ്ങൾ വന്നു ഭവിക്കാനായി സാധ്യതയുണ്ട്. ഏറ്റവും അടുത്തിരിക്കുന്ന ആളുകൾക്ക് ചില ആപത്തുകൾ വരാനോ അസുഖങ്ങൾ പിടിപെടാനോ ഒക്കെ സാധ്യതയുണ്ട്. ദൂരയാത്ര അത്യാവശ്യമായി ഇന്ന് ഒഴിവാക്കേണ്ടതാണ്. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ദിവസമായിരിക്കും. എന്നാൽ വിദ്യാഭ്യാസ രംഗത്ത് ചില പ്രശ്നങ്ങൾ വന്നു ഭവിക്കാനായി സാധ്യതയുണ്ട്. ഔദ്യോഗിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായൊരു ദിവസമായിരിക്കുകയില്ല ഇന്ന്. അതേപോലെ തന്നെ ഈ നമ്മുടെ യൂണിഫോം ഇട്ട ജോലിയൊക്കെ ചെയ്യുന്ന ആളുകൾക്കും വളരെ ശ്രദ്ധയോടുകൂടി തന്നെ മുമ്പോട്ട് പോകേണ്ട ഒരു ദിവസമായിരിക്കും. ശാരീരികമായ അസ്വാസ്ഥ്യങ്ങൾ അനുഭവിക്കുന്നവർക്ക് അധികരിക്കുവാനായി സാധ്യത കാണുന്നു. ഈശ്വര പ്രാർത്ഥന വളരെയധികം ശക്തമായി ചെയ്യേണ്ടതാണ്. അതേപോലെ ഏറ്റവും വിശ്വാസമുള്ള അവരവർ വിശ്വസിക്കുന്ന ആചാരത്തിലുള്ള ദേവതകളോട് തങ്ങളുടെ കഷ്ടതകൾ മാറ്റിത്തരാനായിട്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. ചില അബദ്ധങ്ങളിൽ ചെന്നുപെടാനൊക്കെ സാധ്യതയുണ്ട്. ചില കുട്ടികൾക്ക്, വിദ്യാർത്ഥികൾക്ക് ചില കുൽസിതമായ കൂട്ടുകെട്ടുകളിൽ ചെന്നുപെട്ട് വലിയ വലിയ അനർത്ഥങ്ങൾ വന്ന് സംഭവിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് അത്തരത്തിലുള്ള പ്രലോഭനങ്ങളിലൊന്നും ഏർപ്പെടാതെ മുൻപോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. അടുത്തതായി നമുക്ക് ചിങ്ങക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മകം, പൂരം, ഉത്രം, കാല്. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമായിരിക്കും. ശാന്തമായ ചില കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കാനുള്ള അവസരം വന്നു ചേരുന്നതാണ്. എന്നാൽ സ്ത്രീകളുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ ഉണ്ടാകുവാനും തങ്ങളുടെ അഭിമാനത്തെ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ചില പ്രവർത്തികളിൽ ഏർപ്പെടാനും ഒക്കെ സാധ്യതയുണ്ട്. സ്ത്രീകളെ സൂക്ഷിക്കുക. സ്ത്രീകളുമായി ഇടപെടുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക. കുടുംബത്തിൽ സ്ഥിരമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കലഹങ്ങൾക്ക് ഇന്ന് ഒരു വ്യത്യാസം വരുന്ന ദിവസമാണ്. കുടുംബാംഗങ്ങളുടെ സഹകരണത്തോടുകൂടി മനസ്സിനെ ബലപ്പെടുത്തുവാനായിട്ട് സാധിക്കുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. ശാരീരിക ക്ലേശം അനുഭവിക്കുന്നവർക്ക് അല്ലെങ്കിൽ മാനസിക പ്രയാസം അനുഭവിക്കുന്നവർക്കൊക്കെ ഇന്ന് ആശ്വാസം ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്ന് വളരെയധികം തിരിച്ചടികൾ കിട്ടുന്ന ഒരു ദിവസമാണ്. പ്രത്യേകിച്ച് ലോഹനിർമ്മിതമായ വസ്തുക്കൾ കൊണ്ട് ജോലി ചെയ്യുന്നവർക്ക് ഇന്ന് അത്ര ഗുണകരമായ ദിവസമായിരിക്കില്ല. വളരെ ശ്രദ്ധയോടുകൂടി മുൻപോട്ട് പോയില്ലെങ്കിൽ വലിയ നഷ്ടങ്ങൾക്കും ഭാവിയിലേക്കുള്ള വലിയ ഓർഡറുകൾ തടയപ്പെടാനുമൊക്കെ സാധ്യതയുള്ള ഒരു ദിവസമായിരിക്കും ഇന്ന്. ഈശ്വര പ്രാർത്ഥനയാണ് എല്ലാത്തിനും മുഖ്യമായിട്ടുള്ളത്. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും വിദ്യാർത്ഥി അല്ലെങ്കിൽ ആരോഗ്യ വിഭാഗം, വിദ്യാഭ്യാസ രംഗം, അതേപോലെ പൊതുപ്രവർത്തന രംഗം, ലോ ഓർഡർ ഒക്കെ പരിശോധിക്കുന്ന വിഭാഗം, നിയമവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും തന്നെ ഇന്ന് വളരെ അനുകൂലമായൊരു ദിവസമായി കാണുന്നു. അടുത്തതായി നമുക്ക് കന്നിക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. കന്നിക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രം, മുക്കാല്, അത്തം, ചിത്തിരേര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ദോഷാധിക്യമാണ് കാണുന്നത്. പല കാര്യങ്ങളും മുടങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. ചെറിയ വീഴ്ച, ഒടിവ്, ചതവ്, മുറിവോ ഒക്കെ വരാനായിട്ട് സാധ്യതയുണ്ട്. കഴുത്തിന് വേദന വരാനും അല്ലെങ്കിൽ കാതിന് പ്രശ്നം ഉണ്ടാകാനും ചെവിക്കൂത്ത് പോലെയുള്ള അസുഖങ്ങൾ ഉണ്ടാകാനും ഒക്കെ സാധ്യതയുണ്ട്. പൊടിക്കൈകൾ ചികിത്സിച്ച് മാറ്റാതെ നല്ല വൈദഗ്ധ്യമുള്ള ഡോക്ടേഴ്സിനെ കണ്ട് അസുഖം സുഖപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ ഭാവിയിലേക്ക് അത് വളരെയധികം നീണ്ടുപോകുന്നതായി കാണുന്നുണ്ട്. നടുവേദന, മുട്ടുവേദനയൊക്കെ ഇന്ന് വർദ്ധിക്കുന്ന ദിവസമാണ്. ശാരീരികമായ പല ക്ലേശങ്ങളും ഇന്ന് വർദ്ധിക്കുന്ന ഒരു ദിവസമായിരിക്കും. പങ്കാളിക്കും ചില വിഷമതകൾ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. പങ്കാളിയുടെ വിഷമതകൾ മൂലം മനപ്രയാസം കൂടുന്നതായി കാണുന്നു. ഈശ്വര പ്രാർത്ഥന അനിവാര്യമാണ്. എന്നാൽ ചില കാര്യങ്ങളിൽ, ചില പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളിൽ നല്ല അനുകൂലമായൊരു ഫലം അല്ലെങ്കിൽ ഒരു തീരുമാനം നമ്മുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ്. ആ അനുകൂലമായ തീരുമാനത്തിലൂടെ നമുക്ക് ഒരുപാട് സന്തോഷം കണ്ടെത്താനും ഭാവി കെട്ടിപ്പടുക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അത്തരത്തിലുള്ള ഒരു
ഇതെല്ലാം അവസരമെല്ലാം ഇന്നത്തെ ദിവസം തെളിഞ്ഞു കാണുന്നുണ്ട്. എല്ലാ വിഭാഗത്തിൽപ്പെട്ടവർക്കും ഇന്നത്തെ ഫലം ഇതുപോലെ തന്നെ ആയിരിക്കും. അടുത്തതായി നമുക്ക് തുലാക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ചിത്തിര, ചോതി, വിശാഖ, മുക്കാല്. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം വളരെ ഗുണദോഷ സമ്മിശ്രമായ ദിവസമാണെങ്കിലും ഗുണാധിക്യമാണ് കൂടുതലായി കാണുന്നത്. വിവാഹാദി കാര്യങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാനുള്ള ഒരു ദിവസമാണ്. കമിതാക്കൾക്ക് അനുകൂലമായ ദിവസമാണ്. അകന്ന ആൾക്കാർ അടുക്കാൻ ശ്രമിക്കുന്ന ഒരു ദിവസവുമായിരിക്കും ഇന്ന്. എപ്പോഴും നമ്മൾ അകന്നവർ അടുക്കുമ്പോഴും അടുക്കുന്നവൻ അകലുമ്പോഴും വളരെ ശ്രദ്ധയോടുകൂടി മുമ്പോട്ട് പോകേണ്ടതാണ്. വളരെ നന്നായി പഠിച്ച ശേഷം കൂട്ടുകെട്ടുകൾ പുനരാരംഭിക്കുക. ദുഷിച്ച കൂട്ടുകെട്ടുകളിൽ പെടാനും മറ്റുള്ളവരുടെ പ്രലോഭനങ്ങൾ അനുസരിച്ച് അനാവശ്യമായ ശീലങ്ങൾ ഉണ്ടാകാനുമൊക്കെ സാധ്യതയുള്ളൊരു ദിവസമാണ് ഇന്ന്. കുട്ടികൾ ഇതിന് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ഏതെങ്കിലും ഒരു ദുഷിച്ച കാര്യത്തിൽ അല്ലെങ്കിൽ സമൂഹത്തിന് വിരുദ്ധമായ കാര്യത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതം തന്നെ അത് മാറ്റിമറിക്കും. നമുക്ക് വളരെയധികം ആപത്തുകൾ ഭാവിയിൽ ഉണ്ടാകും. ജീവിതം ഒരു ദിവസം കൊണ്ട് അവസാനിക്കുന്നതല്ല, വളരെ ദീർഘമായ ഒരു പ്രക്രിയയാണ്. അതിൽ പരാജയപ്പെട്ടു പോകാതിരിക്കാൻ അനാവശ്യ സ്വഭാവങ്ങൾ, മദ്യപാനം അല്ലെങ്കിൽ മയക്കുമരുന്നുകളുടെ ഉപയോഗം ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ തീർച്ചയായും ഒഴിവാക്കേണ്ടതാണ്. ഈ കൂറുകാർക്ക് ഇന്ന് അങ്ങനെയൊക്കെ ചെന്ന് പെടുവാനൊക്കെ സാധ്യതയുണ്ട്. കൗതുകം കൊണ്ട് അപ്രകാരം പോയാൽ വലിയ ആപത്തിലോട്ട് ചെന്ന് ചേരുമെന്നുള്ളതൊരു ഉപദേശമായി കണക്കാക്കുക. അതേപോലെ തന്നെ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ദിവസമായിരിക്കും. ബിസിനസ്സുകാർക്കും ഇന്നത്തെ ദിവസം വളരെ അനുകൂലമാണ്. ലോഹവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്കും ഇന്ന് അനുകൂലമായ ദിവസമായിരിക്കും. എന്നാൽ വളരെയധികം ആശങ്കകൾ ഉരുത്തിരിയുന്ന ചില തീരുമാനങ്ങൾ, പൊതു തീരുമാനങ്ങളിൽ മാനസികമായി സംഘർഷം അനുഭവിക്കുവാനായിട്ട് സാധ്യത കാണുന്നുണ്ട്. അടുത്തതായി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് വിശാഖം, കാല്, അനിഴം, തൃക്കേട്ട. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണാധിക്യമുള്ള ഒരു ദിവസമായിരിക്കും. ദോഷം കുറഞ്ഞിരിക്കുന്ന ഒരു ദിവസമായിരിക്കും. കുടുംബാംഗങ്ങളുമായിട്ട് ഉണ്ടായിരുന്ന തർക്കങ്ങളെല്ലാം പറഞ്ഞു തീർക്കുന്ന ഒരു ദിവസമായിരിക്കും. ശാരീരിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർക്ക് ആശ്വാസം ലഭിക്കുന്ന ദിവസമായിരിക്കും. പുതിയ ചികിത്സാ രീതികൾ ലഭിക്കുന്ന ഒരു ദിവസമായിരിക്കും. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അത്ര അനുകൂലമായൊരു ദിവസമായിരിക്കില്ല. ചില ആരോപണങ്ങൾക്കും അല്ലെങ്കിൽ പ്രതികൂലമായ ചില തീരുമാനങ്ങൾക്കും വിധേയരാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അനാവശ്യമായ കാര്യങ്ങളിൽ ഇടപെടാതെയും മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യമെടുക്കാതെയും ഒക്കെ ഇരിക്കേണ്ടത് അത്യാവശ്യമാണ്. ശാരീരികമായി ഉണ്ടായിരുന്ന ക്ലേശങ്ങൾക്ക് പുതിയ ചികിത്സാരീതി കണ്ടെത്താൻ സാധ്യതയുണ്ട്. അതനുസരിച്ച് മുൻപോട്ട് പോവുക. ദുശീലങ്ങളുള്ളവർക്ക് വളരെയധികം ആപത്തുകൾ വന്ന് സംഭവിക്കാനുള്ള ഒരു ദിവസമായിരിക്കുമെന്ന്. നിയമപരമായ ചില പ്രശ്നങ്ങളും അതേപോലെ തന്നെ ശാരീരികമായ ക്ലേശങ്ങളും വന്ന് ഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. ദുശീലങ്ങൾ എപ്പോഴും ഒഴിവാക്കേണ്ടത് നമ്മുടെ അത്യാവശ്യമാണ്. ചില ആളുകളുടെ വിചാരം പുരുഷനാണ് എന്ന് മറ്റുള്ളവർക്ക് ബോധ്യപ്പെടുത്തണമെങ്കിൽ അല്പം കുടിച്ച് അല്പം വലിച്ച് ഒക്കെ നടക്കണം എന്ന്. ഇതൊക്കെ വെറും തെറ്റിദ്ധാരണയാണ്. കാരണം പുരുഷന്മാർ ഫിസിക്കലി സ്ട്രോങ് ആൻഡ് ഇമോഷണലി വീക്ക്, അതായത് ശാരീരികമായി വളരെ കരുത്തന്മാരാണെങ്കിലും മാനസികമായി ദുർബലരാണ്. അവർക്ക് സ്ട്രെസ്സ് കൂടുമ്പോഴാണ് അവർ ഇത്തരം കാര്യങ്ങളിലേക്ക് തിരിയുന്നത്. സ്ട്രെസ്സ് മാറ്റാനായി പല ഉപാധികളുമുണ്ട്. ഈശ്വരനെ പ്രാർത്ഥിച്ചുകൊണ്ട് വൈദ്യസഹായം തേടുകയാണ് അതിന് ചെയ്യേണ്ടത്. ഈ കൂറിലുള്ള എല്ലാവർക്കും കുറച്ചധികം നല്ല ഫലങ്ങൾ അല്ലെങ്കിൽ കിട്ടാക്കടങ്ങളൊക്കെ തിരിച്ച് കിട്ടാനൊക്കെ സാധ്യത കാണുന്നുണ്ട്. അടുത്തതായി നമുക്ക് ധനുക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് മൂലം, പൂരാടം, ഉത്രാടം, കാൽ. ഈ നക്ഷത്രക്കാർക്ക് അല്ലെങ്കിൽ ഈ കൂറുകാർക്ക് ഇന്നത്തെ ദിവസം വളരെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും. സന്തോഷകരമായി ഒരുപാട് നിമിഷങ്ങൾ പങ്കിടുവാനായിട്ട് സാധ്യതയുള്ളൊരു ദിവസമാണ്. കുട്ടികളുടെ വിജയവും അല്ലെങ്കിൽ അവരുടെ ജോലി സ്ഥിരതയുമൊക്കെ അറിഞ്ഞ് മനസ്സിന് വളരെ സന്തോഷമുണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. സന്താനങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ അഭിവൃദ്ധിയെക്കുറിച്ച് അഭിമാനം കൊള്ളുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. കൊച്ചുകുട്ടികൾ, പേരക്കുട്ടികളൊക്കെ ഉള്ളവർക്കും ഇതേപോലെ അവരെക്കുറിച്ചോർത്ത് സന്തോഷിക്കാവുന്ന ഒരു ദിവസമായിരിക്കും. എന്നാൽ ഉദരസംബന്ധമായ അസുഖങ്ങൾ വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട്. ശാരീരിക ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട്. മാതാപിതാക്കൾക്ക്
അത്ര അനുകൂലമായൊരു ദിവസമായിരിക്കില്ല. മാതാവിന്, പ്രത്യേകിച്ച് മാതാവിന് ചില വളരെയധികം കടുത്ത അസുഖങ്ങളൊക്കെ വന്ന് സംഭവിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുമൂലം ചില മാനസിക പ്രശ്നങ്ങൾ വന്നു ചേരാനൊക്കെ സാധ്യത കാണുന്നു. രാഷ്ട്രീയത്തിൽ ഏർപ്പെടുന്നവർക്ക് വളരെ തക്കതായ തിരിച്ചടി, മാനസിക ക്ഷതം ഒക്കെ ഏൽക്കാനായിട്ട് സാധ്യതയുള്ളതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് പ്രധാന തീരുമാനം എടുക്കാനിരിക്കുന്നത് ഇന്ന് മാറ്റിവയ്ക്കുന്നത് നന്നായിരിക്കും. ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂലമായ ദിവസമായിരിക്കും. എന്നാൽ ചില നിക്ഷേപങ്ങൾ ഇടാൻ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് എന്നൊട്ടും തന്നെ അനുകൂലമായ ഒരു ദിവസം ആയിരിക്കുകയില്ല. ആശ്വാസകരമായ ചില വാർത്തകൾ വൈകുന്നേരത്തോടുകൂടി കുടുംബത്തിൽ വന്നു ചേരുന്നതാണ്. വീട്ടിലുള്ള എല്ലാവർക്കും സന്തോഷം പകരുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുൻപോട്ട് പോവുക. അടുത്തതായി നമുക്ക് മകരക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് ഉത്രാടം, മുക്കാല, തിരുവോണം, അവിട്ടത്തര. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം അത്ര തന്നെ ഗുണമേന്മ ഉള്ള ഒരു ദിവസമായിരിക്കുകയില്ല. ഉച്ചയ്ക്ക് ശേഷം ചില മനക്ലേശങ്ങളും സാമ്പത്തിക പ്രശ്നങ്ങളും ഒക്കെ അലട്ടിയേക്കാം. ചെറിയ സഹായം പോലും ആരും ചെയ്യുന്ന ഒരു ദിവസമായിരിക്കില്ല ഇന്ന് ആരെങ്കിലും വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് ധനം ലഭിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ അതെല്ലാം മാറിപ്പോകുന്നതായിട്ട് കാണുന്നു. ജീവിതത്തിലെ ഒരുപാട് സംഘർഷങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആൾക്കാർ, മകരക്കൂറുകാർക്ക് ഇന്ന് വളരെ ആശ്വാസകരമായൊരു ദിവസമായിരിക്കും. അതേപോലെ മാനസിക ആരോഗ്യം കുറഞ്ഞ ആളുകൾക്കും ഇന്ന് വളരെ ആശ്വാസപ്രദമായൊരു ദിവസമായിരിക്കും. ഔദ്യോഗിക രംഗത്ത് ഏർപ്പെടുന്നവർക്കും ഉദ്യോഗാർത്ഥികൾക്കുമൊക്കെ ഇന്ന് വളരെ വിശേഷപ്പെട്ട ഒരു ദിവസമായിരിക്കും. മൊത്തത്തിൽ വളരെ ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും സന്തോഷം വളരെ കൂടുതലായുള്ള ദിവസമായിരിക്കുന്നതുകൊണ്ട് മറ്റ് പ്രശ്നങ്ങളൊക്കെ അതിൽ എലിവേറ്റ് ചെയ്ത് പോകുന്നതാണ്. ഈശ്വര പ്രാർത്ഥന അനിവാര്യമാണ്. ഈശ്വരനെ പ്രാർത്ഥിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഇന്നത്തെ ഫലം പരിശോധിക്കാം. കുംഭക്കൂറുകാർക്ക് വളരെയധികം ക്ലേശങ്ങളുള്ള ഒരു ദിവസമായിരിക്കും. ജോലിഭാരം കൊണ്ട് വളരെയധികം ശാരീരിക ക്ലേശങ്ങളോ നടുവേദനയോ മാനസിക പ്രശ്നങ്ങളോ സംഘർഷങ്ങളോ, ഈ ജോലി തന്നെ വിട്ടേക്കാം എന്ന് വരെ തോന്നുന്ന ഒരു ദിവസമായിരിക്കും. IT ഫീൽഡിലുള്ളവർക്ക് വളരെ സംഘർഷമുള്ള ഒരു ദിവസമായിരിക്കുമെന്ന്. ശരീരത്തിന് ഉതകാത്ത രീതിയിലുള്ള ഭാരം ഏറ്റെടുക്കാനായിട്ട് ചെറുകിട തൊഴിൽ ചെയ്യുന്നവർക്ക് സാധ്യതയുണ്ട്. വളരെ അപകടകരമായ സാഹചര്യത്തിൽ നിന്ന് ജോലി ചെയ്യുന്നവർക്ക് താഴെ നമ്മുടെ കാലുറപ്പിക്കാനുള്ള സ്ഥലം ഭദ്രമാണോ എന്ന് ചെക്ക് ചെയ്യേണ്ടതാണ്. ഉയരെ നിന്ന് വീഴാനും കാലൊടിയാനും അങ്ങനെയുള്ള അപകടങ്ങൾക്കൊക്കെ സാധ്യതയുള്ളൊരു ദിവസമായിരിക്കുമെന്ന്. വളരെ സന്തോഷത്തോടു കൂടി ഈശ്വര പ്രാർത്ഥന നടത്തുക. വളരെ പോസിറ്റീവാക്കി മനസ്സിനെ വയ്ക്കുക. സന്തോഷത്തോടു കൂടി എന്ന് പറഞ്ഞാൽ പോസിറ്റീവാക്കി വയ്ക്കുക. അപ്രകാരം എനിക്ക് ചെയ്ത്തൊന്നും വരില്ല, എനിക്ക് നല്ലതേ വരൂ എന്ന് ആവർത്തിച്ച് മനസ്സിനെ പഠിപ്പിക്കുക. അങ്ങനെ പഠിപ്പിച്ച് കഴിയുമ്പോഴേക്കും ക്രമേണ നമുക്ക് എല്ലാത്തിനെയും അതിജീവിക്കാനുള്ള കരുത്ത് കിട്ടുകയും വരുന്ന അപകടങ്ങളൊക്കെ ഒഴിഞ്ഞു മാറുകയും ചെയ്യും. അടുത്തതായി നമുക്ക് മീനക്കൂറുകാരുടെ ഫലം പരിശോധിക്കാം. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് പൂരുട്ടാതികാല്, ഉത്രട്ടാതി, രേവതി. ഈ കൂറുകാർക്ക് അല്ലെങ്കിൽ ഈ നക്ഷത്രക്കാർക്ക് ഇന്നത്തെ ദിവസം ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും ഗുണാധിക്യമാണ് കാണുന്നത്. ചില ആലസ്യവും ക്ഷീണവും ശാരീരിക പ്രശ്നങ്ങളും അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ വേരിയേഷനും ഒക്കെ വന്ന് ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിലും ശാരീരികമായ ക്ലേശങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള സാധ്യത ഉണ്ട്. അതേപോലെ പങ്കാളിയുടെ ഉയർച്ചയും തൊഴിലിലെ ഉന്നമനവും സ്ഥിരതയും ഒക്കെ കണ്ട് വളരെ അഭിമാനിക്കുവാനും സന്തോഷിക്കുവാനും ദിവസമുണ്ട്. ചെറിയ കാര്യങ്ങൾക്ക് ശോഭിക്കുവാനും അതുകൊണ്ട് മറ്റുള്ളവരുടെ മനസ്സ് കലങ്ങാനും ഒക്കെ സാധ്യതയുള്ളതുകൊണ്ട് വാക്കുകളും ഒക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടതാണ്. ഹൈപ്പർ ആക്റ്റീവായിട്ടുള്ള ആളുകൾക്ക് ചില അബദ്ധങ്ങളിൽ ചെന്ന് പെടാനും അത് പരിഹരിക്കാനായിട്ട് കുറേ ഓടേണ്ടതുമൊക്കെ ആയിട്ട് വരുന്നത് കാണാം. ഇന്നത്തെ ദിവസം ഒരു അനുകൂലമായ ദിവസമാണെങ്കിലും അതിനെ നമുക്ക് സ്പോയിൽ ചെയ്യാനും പറ്റും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് പുറത്ത് ഉള്ള ആളുകളോടൊക്കെ ഇടപെടുക. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെ പാളിച്ചകൾ പറ്റുന്ന ഒരു ദിവസമായിരിക്കും. ഇന്ന് ഒട്ടും തന്നെ അനുകൂലമായൊരു ദിവസമായിരിക്കുകയില്ല. അതേപോലെ നമ്മുടെ വൈദ്യ മേഖലയിൽ അല്ലെങ്കിൽ ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും കേസ് വഴക്ക് ഒക്കെ കൈകാര്യം ചെയ്യുന്ന ആളുകളായ നിയമപാലകർക്കോ നിയമ അറിയുന്ന ആളുകൾക്കും ഒക്കെ ഇന്ന് അത്ര അനുകൂലമായൊരു ദിവസമായിരിക്കുകയില്ല. ദൂരയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് ഇന്ന് അനുകൂലമായ ഒരു മറുപടി ലഭിക്കുന്നതാണ്. സന്താനങ്ങളുടെ ഉപരിപഠനത്തിന് ശ്രമിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അത് ലഭിക്കുന്നതാണ്.
അല്ലാതെ തന്നെ ഇവിടെ തന്നെ ഉപരിപഠനത്തിന് അഡ്മിഷൻ കിട്ടിയെന്നറിഞ്ഞ് വളരെ സന്തോഷിക്കാൻ പറ്റുന്ന ഒരു ദിവസമായിരിക്കും ഇന്ന്. ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുന്നു. നമുക്ക് നാളെ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം പറയുന്നു.